ചാ എന്നാ പരിപാടി? ചട്ടിയിൽ നിന്നപ്പോൾ പുഷ്ടിയില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം തറയിൽ നട്ട പാവ ഒരു ബ്ലൂബെറി പ്ലാന്റ് ആണിത്. ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചത്ര വിളവ് കിട്ടാഞ്ഞത് കൊണ്ട് ഇവനെ തിരിച്ച് ചട്ടിയിലോട്ട് തന്നെ മാറ്റുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് ഈ ബ്ലൂബെറിയുടെ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ബ്ലൂബെറീസൊക്കെ ഉണ്ടായി. പക്ഷേ ഇത് നമ്മൾ ഈ വീഡിയോയിലേക്ക് കാണുന്ന പോലെ ചെടി നിറച്ചിങ്ങനെ ബ്ലൂബെറീസ് നിറഞ്ഞ് നിൽക്കുന്നത് അത് അങ്ങോട്ട് നടന്നില്ല. അതാണ് പിന്നെയും അങ്ങോട്ട് ചട്ടിയിലോട്ട് തന്നെ മാറ്റാമെന്ന് വിചാരിച്ചത്. ചട്ടിയിലാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടത്ര വളമൊക്കെ ചേർത്ത് അതിന് വേണ്ട വളം, കാരണം ഈ ബ്ലൂബെറിക്ക് അസിഡിക് നേച്ചറാണ് മണ്ണിന് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു വളം ഞങ്ങളുടെ അടുത്തുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ ചട്ടിയിലോട്ട് മാറ്റുന്നത്. ഇപ്രാവശ്യം ഫ്രീസിങ് സ്റ്റേജ് ആയിരിക്കും, കാരണം വിൻ്റർ ആകാറായി, സമ്മർ കഴിയാറായി. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും നമുക്ക് ഇവനെ നേരെയാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പോട്ട് മിക്സിൻ്റെ കൂട്ട്. ഇതിനകത്ത് പുല്ല് വെട്ടിയതുണ്ട്, പിന്നെ കമ്പോസ്റ്റ് മേടിക്കുന്ന പോട്ട് മിക്സ്, കുറച്ച് ഗാർഡൻ സോയിൽ, പിന്നെ ബ്ലഡ് ആൻഡ് ബോണിൻ്റെ വളം, ചാണകം. അപ്പോൾ ഇത്രയും കൂട്ടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അവൾ പിന്നെയും വരുന്നുണ്ട്. എങ്ങോട്ടും ഒന്ന് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റത്തില്ലല്ലോ എന്നായിരിക്കും ഇപ്പോൾ ബ്ലൂബെറി പ്ലാന്റിൻ്റെ വിചാരം. ഇവനെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. ഇത് പേടിച്ചെങ്കിലും അടുത്ത പ്രാവശ്യം ഇത് കുറച്ച് ഫ്രൂട്ട്സ് തരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഏത് പ്ലാന്റിനെയും അതിനിപ്പോൾ ഒരു മരമാണെങ്കിൽ കൂടി പൊക്കിയെടുക്കുന്ന നമ്മുടെ എക്സ്പേർട്ട് യാതൊരു ഇളക്കവും തട്ടാതെ നമ്മുടെ ബ്ലൂബെറി പ്ലാന്റിനെ പൊക്കിയെടുത്തു. സേഫായിട്ട് ചട്ടിയിലോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചുകൂടെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അവനെ ചട്ടിയിൽ വെച്ച് കമ്പോസ്റ്റും മണ്ണും ഒക്കെ ഇട്ട് വെച്ച് വെക്കണം. അതിൻ്റെ കുറച്ച് മണ്ണൊക്കെ കളഞ്ഞിട്ട് അതിനകത്ത് ഉണങ്ങിയിരിക്കുന്ന ചെറിയ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് പുല്ലും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ലോൺ മൂവ് ചെയ്ത പുല്ലാണ്. അപ്പോൾ അതിടുമ്പം ഈ വെള്ളം നനവ് നിലനിർത്താനായിട്ട് അത് സഹായിക്കും. പിന്നെ ഇതാണ് നമ്മുടെ ബ്ലൂബെറിക്ക് വേണ്ടി മാത്രമല്ല ഈ ആസിഡിക് നേച്ചർ വേണ്ടിയ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസർ, ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഇത് സോയിൽ അസിഡിഫയർ ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചേർക്കേണ്ടതെന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിനോട്ട് മിക്സ് ചെയ്ത് ഇതിന് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കലോ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന വീഡിയോസിലൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.